ഹായ് ഡിയേഴ്സ്. അപ്പം ഞാനും നീയാമോളും വല്യമ്മയും കൂടി വല്യമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ആനി പറഞ്ഞത് നിന്ന് തിരുവരയാനിക്കുളത്ത് അമ്പലത്തിൽ നട തുറക്കണമെന്ന്. ഈ അമ്പലത്തിൽ എന്ന് വെച്ചാൽ കൊല്ലത്തിൽ 12 ദിവസം മാത്രമേ ദേവിയുടെ നട തുറക്കുള്ളൂ. അത് കാരണം എല്ലാവരും കാണാൻ വരും കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആദ്യത്തെ ദിവസം തന്നെ വരുന്നത്. അല്ലെങ്കിൽ എല്ലാ കൊല്ലം വരാറുണ്ടെങ്കിലും 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാറുള്ളൂ. അപ്പോഴാണ് ഇവിടെ കാവടിയാട്ടവും താലമൊക്കെ കണ്ടത് കേട്ടോ. എന്നാൽ കുറച്ചേരം അത് കണ്ടിക്കാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ചേരം കണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്യൂ നിൽക്കാൻ പോയി. ക്യൂ നിന്നാലോ ഇവിടേക്ക് കയറ്റുള്ളൂ. വെർച്വൽ ക്യൂ ഒക്കെ ഉണ്ട്. അത് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് വിട്ടേ. കാരണം നമുക്കറിയില്ലായിരുന്നു എന്നാണ് നട തുറക്കുന്നത്. അത് തന്നെ ബുക്ക് ചെയ്യാണ്ട് വന്നാലും ഞങ്ങൾ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ട വന്നു. വേഗം വേഗം പോകുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തൊഴുതിറങ്ങിയിട്ടാണ് ക്യൂന്ന്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ദേവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് വല്യമ്മയ്ക്ക് പറ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വല്യമ്മ മഞ്ഞൾ പറ വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടി ഞങ്ങൾ നേരെ ഇനി പുറത്തേക്ക് ഇറങ്ങണം. അതിൻ്റെ ഉള്ളിൽ അധികം നേരം നിർത്തില്ല കേട്ടോ, കാരണം തിരക്കുകൊണ്ട്. അപ്പോൾ വേഗം വേഗം നമ്മൾ ഇറങ്ങണം. അങ്ങനെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പുള്ളുവൻ പാട്ട് കണ്ടത്. എന്നാൽ പിന്നെ കുറച്ച് നേരം അത് കേട്ടിക്കാന്ന് വെച്ചാൽ അങ്ങനെ കേട്ടെന്ന്. അത് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചപ്പോൾ കടകൾ അത് പിന്നെ വെറുതെ നമ്മൾ വിടില്ലല്ലോ. അങ്ങനെ കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇനി വല്യമ്മയുടെ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. ഓക്കേ, ബായ്.